ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ച് തിങ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ഇയർ സെലിബ്രേഷനാണ്. അതായത് ഇന്ന് ഡിസംബർ 31 ബുധനാഴ്ച. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം പുതിയ വർഷം സ്റ്റാർട്ടാവുകയാണ്, 2026. അപ്പോൾ ഒരു 2022 മുന്നേ എൻ്റെ ന്യൂ ഇയർ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങുക അതായിരുന്നു. പിന്നീട് കോളേജിൽ പോയതിന് ശേഷം ചെറിയ ചെറിയ സെലിബ്രേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം, അതായത് എല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം. ഒറ്റ ലൈഫേ ഉള്ളൂ. മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മനോഹരമായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ഇന്നത്തെ ന്യൂ ഇയർ നമ്മൾ നമ്മുടെ കൊളീഗ്സിൻ്റെ ഒപ്പമാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ അല്ല, ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ. അപ്പം ഞങ്ങൾ ഇവിടെ NGO ക്വാർട്ടേഴ്സിൻ്റെ അവിടെ, അതായത് കാക്കനാട് പോകാമെന്നാണ് വിചാരിക്കുന്നത് സെലിബ്രേഷന്. സോ ഇവിടെ ഒരു എത്ര മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങും ഫെബിൻ? 10 മണിക്ക് നമ്മൾ ഇറങ്ങും. സോ ഇപ്പം നമ്മൾ ഓഫീസിലുണ്ട്. ഇവിടെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഞങ്ങളിവിടെ കൊച്ചു വർദ്ധനമൊക്കെ പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 10 മണിക്ക് നമ്മൾ കാക്കനാട് പോകും. അവിടെ പപ്പാനെ കത്തിക്കുന്നത് കാണും. അങ്ങനെ ഓരോരോ പ്ലാൻസ് ആണുള്ളത്. ഓ മൈ ഗോഡ്, ഫൈനലി നമ്മൾ വീട്ടിൽ നിന്ന് കുറേ തെറി കേട്ടിട്ടാണെങ്കിലും അത് സംഭവിച്ചിരിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ, എൻ്റെ ഒരു അഭിപ്രായമല്ല, എന്താ പറയുക, നമ്മൾക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ. മാക്സിമം നമ്മൾ ഈ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാണ്ട്, ഇത് ഞാൻ എൻ്റെ പാരൻസിനോടാണ് പറയുന്നത്, നിങ്ങൾ കേട്ടോളൂ. വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാതെ നമുക്ക് കുറച്ച് എന്താ പറയുക ആഘോഷങ്ങളും ആൾക്കാരെയും ലോകമൊക്കെ കാണാൻ ശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്, ഓർമ്മകളുണ്ട്. അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കണം, അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് NGO ക്വാർട്ടേഴ്സിന് അങ്ങോട്ട് പോകാമെന്നാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുവരെയും ഞങ്ങളിവിടെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് ഞങ്ങളുടേതായിട്ടുള്ള ഒരു വൈബ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഞാൻ ആദ്യമായിട്ട് വർക്കിന് കയറിയ ഒരു കമ്പനിയാണിത്. അതായത് കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് വർക്കിന് കയറിയതാണ്, വേറെ പഠിക്കാനൊന്നും നിന്നില്ല. അപ്പം എൻ്റെ ഫസ്റ്റ് കമ്പനിയാണ്. എൻ്റെ എന്തോ ഒരു ലക്കിന് ഇവിടെ വൈബ് ഭയങ്കര സെറ്റാണ്. കാരണം ഇവിടുത്തെ കൊളീഗ്സൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതൊന്നും ഞാൻ മ്യൂട്ടാക്കിയിട്ടായിരിക്കും കേട്ടോ കാണിക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. അല്ലെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കും ഗൈസ്. എനിക്ക് വിഷമമുണ്ട്, നല്ല രസമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനൊക്കെ. പക്ഷേ മ്യൂട്ടാക്കേണ്ട വേറെ വഴിയില്ല. പാട്ടുള്ളതുകൊണ്ടേ കോപ്പിറൈറ്റ് അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എൻ്റെ 2 വീഡിയോക്ക് അങ്ങനെ പണിയിട്ടിട്ടുള്ളതാണ്. ഈ പാട്ട് നമ്മുടെ പോക്കിരി രാജ സിനിമയിലെ പാട്ടാണ് കേട്ടോ. എനിക്കൊരു സ്വഭാവമുണ്ട്, അതായത് എനിക്ക് ലിറിക്സ് അറിയില്ലെങ്കിലും ട്യൂൺ അറിയില്ലെങ്കിലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ പാട്ടുകൾ പാടാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കിളി പോയിട്ടിരിക്കുകയാണ് കേട്ടോ. കിളി പോയിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഈ ഒരു പാട്ട് വന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ടൂണൊക്കെ അറിയാം, പക്ഷെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എന്തോ കിടന്ന് പാടുന്നുണ്ട്. മൊത്തത്തിൽ കിളി പോയിരിക്കുകയാണ്. അപ്പോൾ ക്യാമറ ഓണായിരുന്നു. അപ്പോൾ ഫെബിനാണ് വീഡിയോഗ്രാഫർ. ഫെബിൻ അത് ഓണാക്കി വെച്ചിട്ട് എല്ലാവരെയും കേൾപ്പിച്ചു. അതൊരു കവിത പോലെയാണ് ഞാൻ പാടിയതെന്നാണ് ഇവർ പറയുന്നത്. അപ്പം അതിൻ്റെ പേരിൽ ഇവർ ഈ പാട്ട് വരുമ്പോൾ എന്നെ എപ്പോഴും കളിയാക്കാറുണ്ട്. ഇപ്പം നമ്മൾ കുറേ ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. NGO ക്വാർട്ടേഴ്സിന് അങ്ങോട്ടേക്ക് പോകണം, പക്ഷെ അതെങ്ങനെ പോകും, എപ്പോൾ പോകും എന്നൊക്കെ ഉള്ള ഒരു ഡിസ്കഷനിലാണ്. നമ്മളെന്തായാലും ഉടനെ പോകും. അവിടെയാണ് പപ്പാനെ കത്തിക്കുന്നത്. ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങല്ല, എത്തി. നമ്മൾ NGO ക്വാർട്ടേഴ്സിൻ്റെ അവിടെ എത്തി. ഞാൻ ആൾക്കാരെ കണ്ടിട്ട് ഷൈമനോട് പറയണമായിരുന്നു കൊച്ചിയിലുള്ള ആൾക്കാർ മൊത്തം ഇങ്ങോട്ടേക്ക് പോകുന്നു. കാരണം അത്ര പോലെ തിരക്ക്, നമ്മൾ ഇത്രയും തിരക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം കാർണിവൽ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വന്നത് എന്താ, കൊച്ചിൻ കാർണിവലാണ്. അപ്പോൾ കാക്കനാട്, അതും അത്രയും ചെറിയൊരു സ്ഥലത്ത് ഇത്രയും ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങൾ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, നൈറ്റ് ആയതുകൊണ്ട്. പിന്നെ ഈ വീഡിയോ ഒക്കെ പോർട്രേറ്റിലെടുത്ത വീഡിയോസാണ്, ഞാനത് ലാൻഡ്സ്കേപ്പ് ആക്കി ഇടുന്നതാണ്. അപ്പോൾ എത്രത്തോളം ഓക്കെ ആണെന്ന് മനസ്സിലാവേണ്ടെന്ന് അറിയില്ല. പിന്നെ തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളുടെ കൂടെയുള്ള ആളുകൾ അത്ര വൈബായിരുന്നു കൊണ്ടുണ്ടല്ലോ, നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പാട്ടും പപ്പാനെ കത്തിക്കലും ഒച്ചയും ബഹളവും എല്ലാം ഓരോരോ എക്സ്പീരിയൻസ് ആണ്, ഓരോരോ ഓർമ്മകളാണ്.
12 മണിയാവാനായിട്ട് എന്തോ 15-20 മിനിറ്റും കൂടിയും ബാക്കിയുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഈ DJ ഒന്നും അധികം അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അതിൻ്റെ ഇടയിലിരുന്ന് തുള്ളണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകണമായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കണമായിരുന്നു. പപ്പാനി എപ്പോൾ കത്തും എന്ന് പറഞ്ഞിട്ട്. 11:55 ആയിട്ടോ. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ബാക്കിലുള്ളവരോട്, ഫ്രണ്ടിലുള്ളവരോട് ബാക്കിലോട്ട് ഇറങ്ങി നിൽക്കാനൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ദേ പടക്കമൊക്കെ പൊട്ടി. പപ്പാനയുടെ മേത്ത് തീ വീണോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ നിന്നിട്ടും എനിക്ക് മനസ്സിലായില്ല, വീഡിയോ കണ്ടിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ആക്ച്വലി കത്തി തുടങ്ങിയിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇത് കത്തുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും കത്തി തുടങ്ങിയിട്ടുണ്ട് സംഭവം. ഈ പപ്പാനെ ഞങ്ങൾ പകൽ വന്ന് കണ്ടായിരുന്നു കേട്ടോ. എന്തു ഭംഗിയായിരുന്നു അറിയോ കാണാൻ. നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഞാൻ സൈഡിൽ എവിടെയെങ്കിലും അതിൻ്റെ വിഷ്വൽ കൊടുത്തേക്കാട്ടോ. ഈ പപ്പാനെ കത്തിക്കുന്നതിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് ഞാൻ ചാറ്റ്ജിപിടിയോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ചാറ്റ്ജിപിടി എന്നോട് പറഞ്ഞത് ഇതൊരു പോർച്ചുഗീസ് പാരമ്പര്യത്തിൽ നിന്ന് ഉദ്ഭവിച്ച ഒരു ചടങ്ങാണെന്നൊക്കെയാണ് കേട്ടോ. കൂടുതലൊന്നും ഞാൻ വായിച്ചില്ല, മടിയാണ് എനിക്ക് വായിക്കാനായിട്ട്. എന്തായാലും സംഭവം അടിപൊളിയാണ്. അങ്ങനെ ഇതേ നമ്മുടെ പപ്പാന് ഇവിടെ ചാരായിട്ടുണ്ട് കേട്ടോ. 2025 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 2026 സ്റ്റാർട്ടായി. ഒരു പുതിയ വർഷം. എന്താല്ലേ, ഇനി പുതിയ എക്സ്പീരിയൻസ്, പുതിയ ഓർമ്മകൾ, പുതിയ പാഠങ്ങൾ, പുതിയ വിഷമങ്ങൾ, പുതിയ സന്തോഷങ്ങൾ എല്ലാം ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ പുതിയ വർഷത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ടാവും. എല്ലാ വർഷത്തെ പോലെ ഞാനും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു മാസം കഴിയുമ്പോൾ എല്ലാ വർഷവും പോവാറുണ്ട്. പക്ഷേ ഈ വർഷം എനിക്ക് നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. കുറച്ച് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം അതൊക്കെ നടന്നോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ.